വലിയ ഗൗരവത്തിൽ തല ഉയർത്തി അങ്ങനെ നിൽക്കുമ്പോ തുണി ഉരിഞ്ഞു പോയാൽ അങ്ങനെ ഇരിക്കും. ഞാനിപ്പോ ആ പരുവത്തിലാണ്. ഉരിഞ്ഞുപോയ തുണിയെടുത്ത് തലയെ കെട്ടി അങ്ങ് നിന്നോ, ഗൗരവം വിടണ്ട. ഈശ്വരൻ വേണ്ടാത്തടത്ത് കയറി ഓരോ ചെയ്ത്തി ചെയ്യുന്നതേ. ഈശ്വരൻ എന്ന് പറഞ്ഞാ ഈശ്വര വെള്ളച്ചേട്ടൻ. ഇങ്ങേരൊരു- എന്താ ചേട്ടാ, മൂത്ത മോനെ തോപ്പിച്ച് വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ആ, ചിലപ്പോ ഈ കുഞ്ഞ് ജനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും. പലിശയ്ക്ക് മേൽ പലിശ കയറി മുടിഞ്ഞിരിക്കുകയല്ലേ. ഒരു ദിവസം നേരം വെളുത്തപ്പോ ഇവൻ കയറി അങ്ങ് ഡോക്ടറായൊന്നും അല്ലല്ലോ. വീടും പറമ്പ് ഈട് വെച്ച് പലിശയ്ക്ക് പണമെടുത്തിട്ടാ കഴിവേറ്റിയത്. ഒരു ജില്ലി കാശുണ്ടല്ലോ, തിരിച്ചടച്ചിട്ടില്ല. ജപ്തി നോട്ടീസ് വന്നാ പൊടിയും തട്ടി ഇറങ്ങി കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. അറിയോ, അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലേ കൊടുത്തത്? വേണ്ട. എന്തിനാ മലന്ന് കിടന്ന് മേലോട്ട് തൂക്കുന്നേ? ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇളയവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക്. മൂത്തവന്റെ കാര്യത്തിൽ പറ്റിയതുപോലെ പറ്റരുത്. നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം വീട്ടാൻ നോക്ക്. ചുമ്മാതല്ലോ, എവന്റെ കാര്യത്തിൽ നമ്മൾ കുറെ മുടക്കിയതല്ലേ. എന്തായാലും ഇത്രയായി. ഇനി പ്രസവം കഴിഞ്ഞിട്ടാട്ടെ. പിന്നെ ആ, വരുന്നു വരുന്നു, വരുന്നു. ആ. അതെ, പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ വാരസന് അറിയണ്ട. ഉള്ള രണ്ടു മൂന്ന് മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. ഇവിടെ ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോ ദേവകിയമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ എനിക്ക് ഹെഡ്മാസ്റ്ററാന്നും പറഞ്ഞ് സ്കൂളില് കാലുമേ കാലും കെട്ടിരിക്കാവുകയല്ല. എന്താ ഉണ്ണി ഇത്? എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? വന്നേ. എന്താ ഇത്? കണ്ട ഛേ. എങ്ങുണ്ട്? അച്ചപ്പം, മുറുക്ക്, ലഡു, ഉണ്ണിയപ്പം, ദാ പിന്നെ ഉണ്ണിമധുരം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്നെ എന്തിനാടാ ഉണ്ണി ഇങ്ങനെ കളിയാക്കുന്നത്? ഇതിന്റെ ആള് ഞാനൊന്നുമല്ല, ദേണ്ട നിൽക്കുന്നു. ആഹാ, അയ്യോ ചുമ്മാതാ, ഈ ഉണ്ണിയുടെ വേലയാ. വല്ല കാര്യമുണ്ടോ? ഉണ്ട്, വയറ് കാണാന്നൊരു ചടങ്ങില്ലേ, അതിനു വേണ്ടി വന്നതാ. മീരാബായി മുഖത്ത് നോക്കി നിൽക്കാതെ വയറിലോട്ട് നോക്ക്. എന്റെ അല്ല, ഉണ്ണിയുടെ. എന്റെ അല്ല, മുഴുവൻ പറയട്ടെ, ഉണ്ണിയുടെ അമ്മയുടെ. അമ്മ അങ്ങോട്ട് തിരിഞ്ഞു നീങ്ങി വാ കുട്ടി. എന്താ പൊട്ടനാ? യൂട്രസിന്റെ മസ്കുലേച്ചർ വളരെ വീക്കാ. പിന്നെ പ്രഷറിന്റെ ലെവലൊന്ന് നോക്കട്ടെ. ചിലപ്പോ സിസേറിയൻ വേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഇക്കാര്യമൊന്നും അനിയനോടും മറ്റും പറയണ്ട, അവൻ വല്ലാതെ വിഷമിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ആണോ പെണ്ണോ എന്ന് അറിയാഞ്ഞിട്ടായിരിക്കും ഉറക്കം വരാത്തത്. ഞാൻ ആ വയറ്റ് പറഞ്ഞതാ, അത് പിടയ്ക്കുമ്പോ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാ പിന്നെ അങ്ങോട്ടേന്ന് പ്രസവിപ്പിക്കരുതോ? നീ ഒരു മനുഷ്യ പറ്റില്ലാത്തവളാ. എന്നാലും നിന്റെ കൂടെ ജീവിക്കേണ്ടവരായതുകൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നേ. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് ഒരു ദിവസങ്ങളിൽ ഞാനായിട്ട് നിന്നോട്ടെ. പ്ലീസ് ലീവ് മീ അലോൺ. എന്തോ ഞാൻ പെട്ടെന്ന്. മീര ഒറ്റയ്ക്കാണോ? ഡ്രൈവറുണ്ട്. അവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല, ഒരു ആൻസൈറ്റി. എന്തായിന്നറിയാൻ. ചായ വേണോ? ഞാൻ ഒഴിച്ചുതരാം. എനിക്ക് വേണ്ട. ഇനിയും ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടി വരുമല്ലോ. അപ്പോഴാരാ എനിക്ക് ചായ പകർന്നു തരിക? അതോ, ഇപ്പൊ അകത്ത് കിടക്കുന്നില്ലേ, അമ്മ പകർന്നു തരും. ഡോക്ടർ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോടൊന്നും പറയത്തില്ല. ഡോക്ടർ അദ്ദേഹത്തോടെ പറയൂ, അവരൊരുമിച്ച് പഠിച്ചവരാ. ഉണ്ണി വേണമെങ്കിൽ വിശാലായിട്ടൊന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട, മീര വയ്ക്കോ. ഡോണ്ട് വറി. വേണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ചേട്ടാ, ഒരു ബീഡി തന്നെ. ഇതുവരെ വലിച്ചു നോക്കിയിട്ടില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഈ കൊട്ടയിലോട്ട് വാരി വെക്ക. അമ്മാവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുകുന്ന എന്തിനാ?
വലിയ ദേവണ്ണക്കാരൻ ഞങ്ങളാരും ഇല്ലാത്ത. അയ്യോടി, അമ്മാവൻ എന്തോ ഈ കാണിക്കുന്നേ? അമ്മാവൻ എത്ര നാളായി ചട്ടകം പിടിച്ചിട്ട്? എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇനി ഉണ്ടോ ഞാൻ ഇളക്കാം. നീ പോയി നിന്റെ ജോലി നോക്ക്. എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ? എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ വയ്യ. കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്ന എരിശ്ശേരിയെ പോലെ ഞാൻ ഇന്ന് 4 കാലം നടന്നേനെ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കാതെ ആ ചട്ടം ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആശുപത്രിയിലോട്ട് ചെല്ലാൻ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനല്ലല്ലോ പ്രസവിക്കുന്നത്. അയ്യോ, എന്നാലും ഇത് കടിഞ്ഞു പേര് പോലെ തന്നെ എന്റെ അമ്മാവാ. 2 പാത്രമാണെന്നുള്ള വരെ തീ തിന്നേ പറ്റൂ. ഈ ആശുപത്രി മരുന്നും മന്ത്രവും ഒന്നും ഇല്ല. 2 ആൺകുഞ്ഞുങ്ങളെ പെറ്റ വയറാ. ഇത് പപ്പടം പൊള്ളുന്ന പോലെ അങ്ങ് നടന്നോളും. ഡോക്ടർ. ദേവികമ്മയുടെ ആളല്ലേ? അതെ. കുട്ടി പെൺകുഞ്ഞാ. സമയം 3:35. അമ്മ ബോധം വീണിട്ടില്ല. ഹലോ, ഉണ്ണിയാ? ഒരു നല്ല ന്യൂസ് എന്നതിന് താങ്ക്സ്. വേണ്ട, ഉണ്ണി അവിടെ തന്നെ നിന്നാ മതി. അച്ഛനെയും പുഞ്ചിരി ചേച്ചിയും എരിശ്ശേരിയും കൂട്ടി ഞാനിവിടെ എത്തിക്കോളാം. വേണ്ട ഉണ്ണി. ഡോക്ടറെ കാണണം. സംസാരിക്കണം. സംഭവിച്ചു ഒളിച്ചു വെച്ചത്. ഉണ്ണിക്കുഞ്ഞെ, എന്താ ഉണ്ണി? എന്തു പറ്റി? പറയൂണ്ണി, എന്താ സംഗതി? പറയടാ. പറയാൻ പറഞ്ഞു തൊലയ്ക്കും. രാമകുഞ്ഞെ, ചേച്ചി എന്തിയേ? കുഞ്ഞിനെ വാങ്ങിച്ചു. അമ്മ പോയി. അയ്യോ, ചേച്ചി! അയ്യോ, അയ്യോ. ചേച്ചി!